ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. നമുക്ക് നോക്കാം. നിങ്ങളുടെ ശത്രുക്കൾ അത് ആരുമാകാം. നിങ്ങളുടെ ജോലി സംബന്ധമാകാം, റിലേഷൻ സംബന്ധമാകാം, സാമ്പത്തികത്തിലുള്ളതാകാം. അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഈ പരാജയം കൊണ്ട് അവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി യൂണിവേഴ്സ് നൽകുന്ന ഗിഫ്റ്റ്, യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന അത്ഭുത മാറ്റം കണ്ടാൽ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും വേണ്ട, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ആ ഒരു ഡബിൾ സ്വഭാവം മാറി ദൈവികമായ സ്വഭാവം അവരിലേക്കും വന്നു ചേരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, ആർക്കും ഒരു ദോഷം വരാതെ ഇരിക്കട്ടെ. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് അവരുടെ മാനസികാവസ്ഥ എന്താ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അത് ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, കാർഡ്സിനെ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂവേഴ്സിന് വന്നിരിക്കുന്ന ഈ ഒരു മാനസിക ബുദ്ധിമുട്ട്, സാമ്പത്തികമായും റിലേഷൻഷിപ്പുമായും ജോലി സംബന്ധമായും വന്നിരിക്കുന്ന ഈ മാനസിക ബുദ്ധിമുട്ടിൽ തൻ്റെ ശത്രുക്കൾ ഇപ്രകാരമാണ് ഇപ്പോഴുള്ള മാനസികാവസ്ഥ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ അവരുടെ മന്തോ റിലേറ്റഡ് ആവുന്നു എന്ന് നോക്കുക. 21894. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ നന്മയെ അല്ലെങ്കിൽ പരാജയത്തിൽ സന്തോഷിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ, ഇപ്പം നിങ്ങൾ ആരെയാണോ ഇപ്പം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ആ വ്യക്തികൾ ഇപ്പോൾ വളരെ എൻജോയ് ചെയ്യുകയാണ്, പാർട്ടി നടത്തുകയാണ്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ സർവ്വതും വന്നു ചേർന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ സന്തോഷത്തിൻ്റെ കപ്പുകളാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളെ പിറകിൽ നിന്നും കുത്തിയിരിക്കുന്നു, നിങ്ങൾ തളർന്ന് വീണിരിക്കുന്നു. ഓക്കെ, ഇവിടെ ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരങ്ങൾ വന്നിരിക്കുന്നു. ഇനി നിങ്ങൾ എഴുന്നേക്കില്ല എന്നവർ വിശ്വസിച്ചുകൊണ്ട് തന്നെ, നിങ്ങളിപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഹാപ്പി ആയിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഗ്രോത്ത് നഷ്ടപ്പെട്ടു, നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, വീണ്ടും അവർ സന്തോഷിക്കുന്നു. ഓക്കെ, ഇവിടെ കൂട്ടം ചേർന്ന ഒന്നിലധികം തേർഡ് പാർട്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ഗ്രോത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് അവർ ഒന്നിലധികം തേർഡ് പാർട്ടീസ് ഇവിടെ വളരെ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്, അവർ എൻജോയ് ചെയ്യുന്നു. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജി, നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, നിങ്ങൾ തളർന്ന് വീണ സമയത്ത് എന്താണ് അവർക്ക് ഒരുപാട് ഓപ്ഷനുകൾ വന്നു ചേർന്നു. നിങ്ങളെ തളർത്തിയപ്പോൾ, നിങ്ങളുടെ ഗ്രോത്ത് നശിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വന്നു ചേർന്നു എന്നും അവർ ദിവാസ്വപ്നം കാണുകയാണ്. ഓക്കെ, അവരിനി രാജാവാകും. ഓക്കെ, നിങ്ങളായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്ത സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളായിരുന്നു മുന്നിൽ നിന്നിരുന്ന വ്യക്തി. കാരണം നമ്പർ 1 കാർഡാണ് വന്നിരുന്നത്. ഓക്കെ, ഇപ്പോൾ അവർ ചിന്തിക്കുന്നു നിങ്ങൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവരായിരിക്കും രാജാവ്, അവരെ ചുറ്റി മറ്റുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേരും, വിജയം അവർക്ക് വന്നു ചേരും, സാമ്പത്തികം അവരിലേക്ക് വന്നു ചേരും, ചില വ്യക്തികൾ അവരിലേക്ക് വന്നു ചേരും, സ്ഥാനമാനങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് മുഴുവനും സ്വന്തമാക്കുവാൻ അവർക്ക് കഴിയുമെന്ന് അവർ സ്വപ്നം കാണുകയാണ്. ഓക്കെ, കിട്ടിയിട്ടില്ല. അവർ നിങ്ങളെ തകർത്ത് നിങ്ങളെ പുറത്താക്കിയിട്ട് ഇതെല്ലാം അവർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് അവർ സ്വപ്നം കാണുകയാണ്. ഇലൂഷനാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 8 ഓഫ് കപ്പ്, നിങ്ങൾ തകർന്ന് വിഷമിച്ച് ചില കാര്യങ്ങൾ, ചില ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില വ്യക്തികളെ വിട്ട് നിങ്ങൾ പോകേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പാഷൻ ഉണ്ടായിരുന്ന ജോലിയെ നിങ്ങൾക്ക് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് നേടിയ ചില സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, വീടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി, വണ്ടി, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എതിരായി നിങ്ങളുടെ തകർച്ചയെ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുടെ മനസ്സിൽ ഇവിടെ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അവരിവിടെ ചില മാജിക്ക് കാണിച്ചിരിക്കുന്നു. ചില മാജിക്ക് വ്യക്തികളെ കൊണ്ട്
കാരണം ഇവിടെ ഒരു ബ്ലാക്ക് എനർജി വന്നിരിക്കുന്നു. ചില മാജിക്ക് കാണിച്ചു, നിങ്ങളുടെ ഇടയിൽ ബ്ലാക്ക് എനർജി കൊണ്ടുള്ള ഒരു മാജിക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ബോസ് ആയിരിക്കാം. ഓക്കെ, ആ ബോസിൽ നിന്നും നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റി നിങ്ങളിലേക്കുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ വിട്ടയക്കുന്നതിന് വേണ്ടി ഇവിടെ തേർഡ് പാർട്ടി പ്രവർത്തിച്ചതായി കാണുന്നു. ഒരു ബ്ലാക്ക് എനർജി, അത് മജീഷ്യനെ ഉപയോഗിച്ചാണ് ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ വിട്ടുപോയതിൽ അവർ വിചാരിച്ചു അവർക്ക് ഇനി അധികാരം കിട്ടും, അവർക്ക് ഈ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കാം. കാരണം ഈ വാണ്ടെന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങൾ ആ സിംഹാസനത്തിൽ തന്നെയാണ്. കാരണം ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു, അവരുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ. അപ്പോൾ തേർഡ് പാർട്ടി ഇതിൻ്റെ ഇടയിൽ മജീഷ്യനെ കൊണ്ടുവന്ന് ചില പണികൾ ഒപ്പിച്ചത് കൊണ്ട് തേർഡ് പാർട്ടി വിചാരിച്ചു എന്നെ ഇപ്പോൾ എടുത്ത് ഈ സിംഹാസനത്തിലേക്ക് ഇരുത്തുമെന്നുള്ള ഒരു ഇരിക്കുന്ന വ്യക്തി നിൽക്കുകയാണ്. പക്ഷേ ഇതുവരെയും ആ പ്രവർത്തനം ചെയ്ത വ്യക്തി ഇതുവരെയും സിംഹാസനത്തിലേക്ക് കയറിയിട്ടില്ല. നിങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആ വ്യക്തിയുടെ, അത് നിങ്ങളുടെ ബോസാകാം, നിങ്ങളുടെ വ്യക്തിയാകാം, ഇപ്പോഴും നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണ് ആ മനസ്സിൽ നിൽക്കുന്നത്. ഓക്കെ, അവരവിടെ ബ്ലാക്ക് എനർജി ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുപോയി, ഇവിടെ വിട്ടുപോയിരിക്കുന്നു, ഉപേക്ഷിച്ച് പോയിരിക്കുന്നു, നിങ്ങളെ വിട്ട് നിങ്ങളുടെ പാർട്ട്ണർ പോയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ് നിങ്ങളെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, എങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ട്. ഓക്കെ, ഇത് മജീഷ്യൻ്റെ എനർജിയിൽ ചെയ്തതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ വളരെ ഡിപ്രഷനിലാണ് എന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ ഇത് മനസ്സിലാക്കുന്നു എങ്കിൽ അവരുടെ മാനസികാവസ്ഥ ഇപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലും മനഃപൂർവ്വം നിങ്ങൾ തകരണം, നിങ്ങളുടെ ഹൃദയം തകർന്ന് തരിപ്പണമാകണം, നിങ്ങൾക്ക് സർവ്വതും നശിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഡാർക്ക് എനർജി വീണ്ടും വന്നിരിക്കുന്നു. അവരുടെ മനസ്സിൽ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിപ്രഷനിലേക്ക് നിങ്ങൾ കടന്നു പോകണം, നിങ്ങളുടെ ഹൃദയം തകരണം, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ജോലി നിങ്ങൾക്ക് നഷ്ടപ്പെടണം, നിങ്ങൾ രോഗിയാകണം, നിങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകണം എന്നുള്ളൊരു ചിന്തയാണ് തേർഡ് പാർട്ടിക്ക് നിങ്ങളോടുള്ളത്. ഓക്കെ, ചിലപ്പോൾ അവരറിയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളാണെന്ന് എന്നറിയുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് അവരുടെ ഭാഗത്ത് വിജയിച്ചു, അവർക്ക് ഗ്രോത്ത് സംഭവിച്ചു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ സ്റ്റാറായി കഴിഞ്ഞു ഓക്കെ എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് അവരിയ്ക്കുന്നത്. ഓക്കെ, അവർക്ക് ജസ്റ്റിസ് ലഭിച്ചു. നിങ്ങൾക്ക് ദോഷം സംഭവിച്ചപ്പോൾ അവർ ചിന്ത എന്താണ്, അവർക്ക് നീതി ലഭിച്ചു എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളായിരുന്നു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ചില റിലേഷൻഷിപ്പോ ജോലി സ്ഥലമോ നിങ്ങൾക്കുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് ഉന്നതങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോയതായിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം ചാൻസസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ള വർക്കായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ ഒരു വിവാഹത്തിലെത്തും, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത് സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിങ്ങളെ മാനസികമായി തളർത്തിയിരിക്കുന്നു, നിങ്ങളെ തകർത്തിരിക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളെ ഇഗ്നോർ ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക നിലയിൽ നിങ്ങൾക്ക് ഇഗ്നോർ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷനിൽ നിങ്ങൾക്ക് ഇഗ്നോർ സംഭവിച്ചിരിക്കുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ മനസ്സ്, നിങ്ങൾക്ക് ഇതെല്ലാം ഇഗ്നോർ സംഭവിച്ചപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ മനസ്സ് എന്ന് പറയുന്നത് ബൗണ്ടറി സെറ്റ് ചെയ്തു. നിങ്ങളെ ഇനി ഒരിക്കലും ഇങ്ങോട്ട് കടത്തി വരാത്ത വണ്ണം അവർ ചില പ്ലാനുകൾ അവർ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അവരുടെ അഫർമേഷൻ സക്സസ് ആയി, അവരുടെ ഭാഗത്ത് ഗ്രോത്ത് ആയി എന്ന് അവർ ചിന്തിക്കുന്നു. അവർക്ക് ചില വ്യക്തികളെ കിട്ടി. ഓക്കെ, അത് നിങ്ങളുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ബോസിൻ്റെ മനസ്സിലേക്ക് അവർക്ക് കയറി പറ്റാൻ പറ്റി എന്ന് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലേക്ക് അവർക്ക് ചെന്നെത്താൻ പറ്റി, അവരോടുള്ള ഇഷ്ടം വർദ്ധിച്ചു എന്ന് നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ മനസ്സിൽ ഈ ഒരു പ്ലാനാണ് നടക്കുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 4 ഓഫ് പെൻറ്റിക്കിളാണ്. അവർക്കെല്ലാം സ്വന്തമാക്കണം. ഓക്കെ, ആർക്കും കൊടുക്കാതെ സർവ്വതും നിങ്ങളിൽ നിന്നും സ്വന്തമാക്കണം എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉയർന്ന സ്ഥാനം, മാനം എല്ലാം അവർക്ക് കിട്ടണം, അധികാരം അവർക്ക് കിട്ടണം, അവരെ എല്ലാവരും സ്നേഹിക്കണം, അവർ ചെല്ലുന്നിടത്തെല്ലാം അവർക്ക് സാമ്പത്തിക അനുഗ്രഹങ്ങൾ ഉണ്ടാകണം, അവർ രാജാവാകണം. ഓക്കെ, ഇവിടെ ഒരു കല്ല് കൊണ്ടുള്ള ഒരു സിംഹാസനമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കല്ലുകൊണ്ടുള്ളൊരു സിംഹാസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് എന്ത് പ്രവൃത്തി ചെയ്തിട്ടും മനസ്സിൽ ഒരു ദയയുമില്ലാത്ത വിധം അവർ പല പ്രവൃത്തികൾ ചെയ്തിരുന്നാലും അവർക്ക് രാജാവായാൽ മാത്രം മതി. ഇവിടെ അവരുടെ പാഷനാണ്. അപ്പം ആ ഒരു പാഷനെ അവർ രഹസ്യമാക്കി വെച്ചുകൊണ്ടുള്ള പണികളാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്, നിങ്ങളെ അവർ മാനസികമായി തളർത്തിക്കൊണ്ട് അവരുടെ ഉള്ളിലെ ആഗ്രഹത്തെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനെ കൊണ്ടുവന്ന് നിർത്തി നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളെ മാനസികമായി തളർത്തി നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ, അത് ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ മാറ്റി. അത് റിലേഷൻഷിപ്പിലായിരിക്കാം. സന്തോഷം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില വ്യക്തികളാണ്, മനഃപൂർവ്വം ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്ക് വന്ന ഈ ദുരന്തത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നാശം ആഗ്രഹിച്ച ചില വ്യക്തികളുടെ മാനസികാവസ്ഥ. ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ വന്നപ്പോൾ അവർക്കവിടെ സണ്ണുദിച്ചിരിക്കുന്നു. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ അവരിപ്പോൾ അവരോടാണ് എല്ലാ സ്നേഹവും കാര്യങ്ങളും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളത്. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം, നിങ്ങളുടെ നന്മ, വരാൻ പോകുന്ന നന്മ എന്താണ്, എൻ്റെ വ്യൂസിന് വരാൻ പോകുന്ന നന്മ എന്താണ്, അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇത് രണ്ടും കൂടിയാണ് നോക്കുന്നത്. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന് വരുന്ന നന്മ എന്താണ്? ഈ ഓവറോൾ എനർജിയിൽ വന്നിരിക്കുന്നത് 6 ഓഫ് കപ്പാണ്. എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത്, നിങ്ങളെ വിട്ടുപോയത്, അത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കപ്പിൻ്റെ എനർജിയാണ്, ഫ്ലവറിങ് ആണ്, ഗ്രോത്ത് ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ നഷ്ടമായത് അത് തിരിച്ച് നിങ്ങളിൽ തന്നെ എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എതിരായി നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാര വെച്ച് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന തേർഡ് പാർട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. അവരുടെ മാനസികാവസ്ഥ അത് കാണുമ്പോൾ, നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണെന്നും കൂടി നോക്കാം. ഓക്കെ, പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളെ തകർത്ത ചില തേർഡ് പാർട്ടികളുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയം വരെയാണ്. പ്രതികൂല സാഹചര്യങ്ങൾ ആരാണോ സൃഷ്ടിച്ചത് അവരെ നിങ്ങൾ തോൽപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഗ്രോത്തിലേക്ക് കടന്നു പോകുന്നു. നിങ്ങൾ ഇപ്പോൾ എന്താണോ അഫർമേഷൻ ചെയ്തത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ ഗോളിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു. ഇവിടെ ഗ്രോത്ത് ആണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസിങ്ങിലാവുന്നു. സ്റ്റേബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ചിരി നിങ്ങൾ തിരിച്ച് ചിരിക്കാൻ പോകുന്നു. അതായത് ഇവിടെ ടെമ്പറൻസും കൂടി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അധികാരങ്ങൾ വന്നു ചേരാൻ പോകുന്നു. 12 സോഡിയാക് സൈൻ ഇവിടെ വന്നിട്ടുണ്ട്, 9 പ്ലാനറ്റും വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പേര് ഉറപ്പിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പോകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പോകുന്നു. നിങ്ങളിലേക്ക് ഗ്രോത്ത് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അധികാരം ഏറ്റെടുക്കാൻ പോകുന്നു. ഓക്കെ, ഈ ഒരു സമയം തേർഡ് പാർട്ടിക്ക്, നിങ്ങളെ ചതിച്ച, നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച തേർഡ് പാർട്ടിക്ക് സംഭവിക്കുന്നത്, അവർ മാനസികമായി തകർന്നു വീഴും. ഓക്കെ, അവർ തകർന്നു വീഴും. നിങ്ങൾ അവരെ നോക്കി വിജയക്കൊടി ഉയർത്തും. നിങ്ങളുടെ മാനസിക ധൈര്യം കണ്ട് അവരുടെ മനസ്സ് തകർന്നു വീഴും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങൾക്ക് ഇവിടെ വിജയമാണ് കാണുന്നത്. നിങ്ങൾക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ സൈഡിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ കുതിച്ചു കയറുമ്പോൾ തേർഡ് പാർട്ടിക്ക് വരുന്ന മാനസിക വിഷമം അവർ സ്വയം തന്നെ ചെയ്തത് അവർക്ക് വിനയായി മാറും എന്നുള്ളതാണ്. ഓക്കെ, അവർ തന്നെ അവർക്ക് പണി കൊടുത്തു എന്നുള്ളതാണ്. ഈ ഒരു വാള് ഓപ്പോസിറ്റ് സൈഡിലാണ് പിടിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കെതിരായിട്ട് ചെയ്ത പല കാര്യങ്ങളും അവരെ തന്നെ മുറിവിപ്പിക്കും. ഓക്കെ, ചില ബ്ലാക്ക് എനർജീസ് അവർ ചെയ്തിട്ടുണ്ടോ, ആ ബ്ലാക്ക് എനർജി തിരിച്ച് അവരിലേക്ക് തന്നെ, ഈ വാള് ഓപ്പോസിറ്റ് സൈഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ, അവർക്ക് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്കെതിരായി ചെയ്തിരുന്ന പല ബ്ലാക്ക് എനർജീസും മാജിക്കും എല്ലാം അവരിൽ തന്നെ ചെന്ന് ചേരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഗോളിലേക്ക് ഉയരപ്പെടും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വിജയമാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ സക്സസ്സിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഭയം കൂടാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇഗ്നോർ ചെയ്യണം. ആ ഇഗ്നോർ ചെയ്ത് നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ ഈ
അവരയച്ചിരിക്കുന്ന ഡബിൾ എനർജി അവരിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, പേജ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഒളിഞ്ഞു നോട്ടം, നിങ്ങളുടെ വിജയത്തിലേക്ക് അവർ ഒളിഞ്ഞു നോക്കാൻ വരും. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ ഓക്കെ അവർ ഒളിഞ്ഞു നോക്കും. മറ്റു പല വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ ഗ്രോത്ത് ഉണ്ടായത് എന്ന് അവർ നോക്കും. നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതുപോലെ അവർക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ട് അവർക്ക് വിട്ടുപോകേണ്ടതായി വരും എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. അവർക്ക് നിങ്ങൾക്ക് വരുന്ന നന്മ, ഓവറോൾ എനർജി ഇതാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഓവറോൾ എനർജി 6 ഓഫ് കപ്പാണ്. ഈ ഒരു 6 ഓഫ് കപ്പ് കണ്ടു നിൽക്കാനുള്ള ശക്തി ഇല്ലാണ്ട് നിങ്ങൾക്ക് ട്രോഫി കിട്ടുന്നുണ്ട്. ട്രോഫി കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിന്, നിങ്ങളുടെ മാനസിക വിജയത്തിന്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പുതിയ പുതിയ ചിന്തകൾക്ക്, നിങ്ങളുടെ പുതിയ പുതിയ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് ട്രോഫി ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ട്രോഫി ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നുണ്ട്. ഇതൊന്നും കാണാതെ സർവ്വതും നഷ്ടപ്പെട്ട് ഉപേക്ഷിച്ച് നിങ്ങളായിട്ട് പണി ചെയ്ത വ്യക്തികൾക്ക് വിട്ടുപോകേണ്ടി വരും. ഓക്കെ, നിങ്ങളെ ഒളിഞ്ഞും പാത്തും അവർക്ക് നോക്കേണ്ടതായി വരും എന്നുള്ള ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങളെ നേരെ നിന്ന് നോക്കാൻ കഴിയത്തില്ല. കാരണം നിങ്ങളോട് അവർ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തത് കൊണ്ട്, തേർഡ് പാർട്ടി ചെയ്തത് കൊണ്ട് നിങ്ങളുടെ വിജയത്തെ അവർ ഒളിഞ്ഞും മറഞ്ഞും നിന്ന് കുശുമ്പ് കൊള്ളാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ, തേർഡ് പാർട്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ ചാടിക്കടക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. വിജയക്കൊടി നിങ്ങൾ പാറിക്കും. ഓക്കെ, പ്രതികൂല സാഹചര്യങ്ങൾ ഇവിടെ ക്യൂൻ ഓഫ് കപ്പ്, നിങ്ങളുടെ ഇമോഷനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ചില സാമ്പത്തിക അനുഗ്രഹങ്ങളെ, നിങ്ങളുടെ ജോലിയെ ഇവിടെ തേർഡ് പാർട്ടി ചില വ്യക്തികൾ ഇവിടെ അടച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ പറയുന്നത് ഒരു പൂജയ്ക്ക് എടുക്കുന്ന ഒരു കപ്പാണ്. ചില മന്ത്രങ്ങളും മായങ്ങളും കൊണ്ട് ഇവിടെ അടച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ ചാടിക്കടക്കുന്നു. ഈ ഒരു കപ്പിനെ നിങ്ങൾ ഇവിടുന്ന് ചാടിക്കടക്കുകയാണ്. നിങ്ങൾ തേർഡ് പാർട്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പല പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാത്ത വണ്ണം നിങ്ങളുടെ അനുഗ്രഹത്തെ അടച്ചു വെച്ചിരുന്ന ചില സാഹചര്യങ്ങളെ നിങ്ങളിവിടെ ചാടിക്കടന്നുകൊണ്ട് നിങ്ങൾ ഗ്രോത്ത് എടുക്കുന്നു. നിങ്ങൾക്ക് വിജയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് കണ്ട് അവർക്ക് വിഷമിച്ച് നിങ്ങളെ നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അവർ വെയിറ്റ് ചെയ്യും. വീണ്ടും അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അവർ വെയിറ്റ് ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിഷമിച്ചുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ലഡു അവരെ കൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിൻ്റെ ലഡു കൊടുക്കുമ്പോൾ അതും വാങ്ങിച്ചിട്ട് ഇതുപോലെ സങ്കടത്തോടെ എവിടെയെങ്കിലും പോയി ഇരിക്കുക എന്നുള്ളതല്ലാണ്ട് മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം ശത്രുവിൻ്റെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് മേശ ഒരുക്കും. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഇവിടെ കിങ് ഓഫ് സോഡിൻ്റെ എനർജി വരുന്നു. അവർ നിങ്ങൾക്കെതിരായിട്ട് അവർ ചില പ്ലാനുകൾ, നിങ്ങളുടെ വിജയത്തിനെതിരായിട്ട് ചില പ്ലാനുകൾ അവർ ഒരുക്കും. ഓക്കെ, ഒരുക്കിയാലും കാര്യം നടക്കില്ല. നിങ്ങളെ പിടിച്ചിരിക്കുന്നത് യൂണിവേഴ്സാണ്. ഓക്കെ, നിങ്ങളെ പിടിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് സപ്പോർട്ട് നൽകാൻ പോകുന്നത് യൂണിവേഴ്സിൻ്റെ കൈകളാണ്. ഓക്കെ, ഈ കൈകളാണ് നിങ്ങൾ തളർന്നു പോകാതെ നിങ്ങളുടെ ഗ്രോത്തിനെ ഉയർത്തുന്നത് യൂണിവേഴ്സാണ്. അത് നിങ്ങളുടെ കർമ്മയുടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. അവർ ചില പ്രതികൂല സാഹചര്യങ്ങൾ, അവർ സിറ്റുവേഷനുകൾ ഉണ്ടാക്കുമെങ്കിലും എല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു പോകും. അവരുണ്ടാക്കുന്ന പല ആലോചനകളും അല്ലെങ്കിൽ നിങ്ങളുടെ ബോസുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിൽപ്പെട്ട വ്യക്തിയുമായിട്ടോ ഉണ്ടാക്കുന്ന പല ആലോചനകളും തട്ടിമറിച്ചിട്ട് അവർ ഇതുപോലെ നിൽക്കേണ്ടി വരുന്ന, അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കും, പല നഷ്ടങ്ങളും സംഭവിക്കും. അവരുടെ സന്തോഷങ്ങളെല്ലാം ചരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും. നിങ്ങൾ നിന്നിരുന്ന അതേ സ്ഥാനത്ത് അവർ നിൽക്കും എന്നുള്ളതാണ്. ആദ്യത്തെ കാർഡിൽ നിങ്ങൾ ഇതുപോലെ കരഞ്ഞിരുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്തേക്ക് അവർ ചെന്നെത്തും എന്നുള്ളതാണ്. അവർക്ക് സമാധാനമില്ലാണ്ടാവും. നിങ്ങളുടെ ഗ്രോത്ത് കാണുമ്പോൾ തേർഡ് പാർട്ടിക്ക് സമാധാനമില്ലാതാവും. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ലവ് തേർഡ് പാർട്ടി മാത്രമല്ല, നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങളുടെ വീടിന് സമീപത്താണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള വ്യക്തികളാണെങ്കിൽ തന്നെ അവരുടെ സമാധാനം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ കാണാം, നിങ്ങളുടെ പരാജയത്തിൽ അവർ സെലിബ്രേഷൻ ചെയ്തിരുന്നു, പാർട്ടി നടത്തിയിരുന്ന അതേ 3 കപ്പാണ് ഇവിടെ തട്ടിമറിഞ്ഞ് കിടക്കുന്നത്. കാരണം അവരുടെ സന്തോഷങ്ങളെല്ലാം
ചരിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾക്ക് നല്ല കാര്യം വന്നപ്പോഴത്തേക്ക് ഇവിടെ ആ 3 കപ്പും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളിലേക്ക് വീണ്ടും അട്രാക്റ്റ് ആയത് എന്ന് നോക്കി തേർഡ് പാർട്ടി ഇവിടെ ഇരിക്കും. ഓക്കെ, നിങ്ങളുടെ ഓഫീസിൽ തന്നെ ഉണ്ടത്. ഓക്കെ, ഈ ഒരു പല്ലി അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ അധികാരിക്ക് എപ്പോഴും നിങ്ങളായിരിക്കും പ്രിയപ്പെട്ടത്. ഓക്കെ, അപ്പം നിങ്ങളെ തിരിച്ച് വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഗ്രോത്ത് ഇനിയും വേണമെന്ന് നിങ്ങളുടെ അധികാരി ചിന്തിക്കും. അതൊന്നും ഇഷ്ടപ്പെടാതെ ഇവിടെ ഈ ഒരു നോക്കിക്കൊണ്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും. എങ്ങനെ ഇതിനെ വീണ്ടും പൊളിച്ചെടുക്കാം എന്നുള്ള കാര്യത്തിൽ വെയിറ്റ് ചെയ്യും. പക്ഷെ ഒന്നും നടക്കില്ല. ഇവിടെ പിടിച്ചിരിക്കുന്ന വാള് യൂണിവേഴ്സിന്റെ വാളാണ്. ഓക്കെ, നിങ്ങൾക്കെതിരായി വരുന്ന ഏത് ശത്രുവിനെയും വെട്ടി വീഴ്ത്തുവാൻ യൂണിവേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഇനി വാള് പിടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അധികാരങ്ങൾ, നിങ്ങൾക്ക് കിരീട കൈമാറ്റം നൽകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തലയിലേക്കാണ് ഈ ഒരു കിരീടം യൂണിവേഴ്സ് വെച്ച് നൽകാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലാണ് ഇനി ഈ ഒരു കിരീടത്തിന് സ്ഥാനം നൽകുന്നത് എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഈ കിരീടം ഇവിടേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി ആ തേർഡ് പാർട്ടിയെ നിങ്ങൾ നിയന്ത്രിക്കും എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ ഓഫീസിലാണെങ്കിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിലാണെങ്കിൽ അതിനെ നിങ്ങളാണ് ഇനി നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിയുടെ മനസ്സ് ഇതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഒന്നുകിൽ അവർക്ക് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവർക്ക് ബ്ലോക്ക് ചെയ്ത് ഇറങ്ങി പോകേണ്ടി വരും, അല്ലെങ്കിൽ ചില ബൗണ്ടറികൾ സെറ്റ് ചെയ്ത് അവർക്ക് നിൽക്കേണ്ടി വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്, സ്പിരിച്വൽ മെസ്സേജ് എന്താണ്, ശക്തമേറിയ എനർജിയിൽ എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജ് എന്താണ്. ടീച്ചർ, താങ്ക് യു യൂണിവേഴ്സ്. ഗൈഡൻസ്, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, യൂണിവേഴ്സിനെ ഒന്ന് ധ്യാനിച്ചാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾ മനസ്സമാധാനം കൊണ്ടുവരിക, നിങ്ങളുടെ ഉള്ളിലൊരു സമാധാനം, പീസ് കൊണ്ടുവരിക. ഓക്കെ, പീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇത് നടത്തി തരും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത്, ഫസ്റ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആണ്. യൂണിവേഴ്സ് നിങ്ങളെ ഒരു പുതിയ വഴിയിൽ കൂടി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, പക്ഷേ പരാജയങ്ങൾ സംഭവിച്ചിരുന്നാലും ആ പരാജയം നമ്മളുടെ ഒരു പാഠമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ തോമസ് ആൽവ എഡിസന് 1000-ലേറെ പ്രാവശ്യം പരാജയങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ്. അപ്പം പരാജയങ്ങൾ അനുഭവിച്ച വ്യക്തിയോട് ചില പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ 1000 പ്രാവശ്യം ബൾബ് കണ്ടുപിടിച്ച സമയത്ത് വന്ന് ചോദിച്ചു, നിങ്ങൾ 1000 പ്രാവശ്യം പരാജയപ്പെട്ടു ഇല്ലേ എന്ന് ചോദിച്ചതിൽ തോമസ് ആൽവ എഡിസൺ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഈ 1000-ലേറെ പ്രാവശ്യം ഞാൻ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ പഠിക്കുകയായിരുന്നു. ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഇന്ന ലോഹങ്ങൾ ഇതിന് ചേർന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ചില പാഠങ്ങളും 1000-ലേറെ പാഠങ്ങളാണ് ഞാൻ പഠിച്ചത്. അതിനോടൊപ്പം എനിക്കൊരു ബൾബും കിട്ടി എന്നുള്ള വാക്കുകളാണ് അവിടെ കൊടുത്തത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന 1000 പ്രാവശ്യവും നമ്മൾ തോറ്റിരുന്നാലും നമുക്ക് വിജയം നിശ്ചയിക്കുമ്പോൾ ആ ഒരു സമയം നമ്മളെ ഈ വിജയത്തിലേക്ക് നയിക്കാനുള്ള സ്റ്റെപ്പ് പടികളാണ് നമ്മളിപ്പോൾ നേരിടുന്ന പരാജയങ്ങൾ എന്ന് മനസ്സിലാക്കുക. എത്ര പ്രാവശ്യം തോറ്റിട്ടുണ്ടോ അത്രയും പ്രാവശ്യം നമ്മൾ അത്രയും സ്റ്റെപ്പ് ഉയർന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ബോധം വേണം. നമ്മൾ താഴെ പോയി നമ്മൾ 0 ആണെന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ പല പ്രാവശ്യവും തോറ്റു എങ്കിൽ ഞാൻ പല പ്രാവശ്യവും ചില കാര്യങ്ങൾ പഠിച്ച് ഞാൻ വിജയത്തിലേക്ക് എത്താറായി എന്നുള്ള ഒരു ബോധം നിങ്ങളിലേക്ക് വേണം. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യവും കൂടി തോറ്റിട്ടുണ്ടോ, നിങ്ങളുടെ പടി ഒന്നുകൂടി ഉയർന്നിട്ടുണ്ടോ, നിങ്ങൾ ഇനി അത് പഠിച്ച് ഒരു ചുവട് കൂടി നിങ്ങൾ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷങ്ങളും ബ്ലെസ്സിങ്ങും എല്ലാം യൂണിവേഴ്സ് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സംഭവിക്കുന്ന എന്തെങ്കിലും പ്രതികൂല സാഹചര്യങ്ങൾ, നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ ഒരു സെൻറ്റൻസ് കൂടി പഠിച്ച് എഴുതുക എന്നതിനാണ് ഇപ്പോൾ കുറച്ച് തോൽവി വന്നിരിക്കുന്നത്. ആ മാർക്ക് കൂടി നമുക്ക് പഠിച്ച് ജയിക്കാം. പല വ്യക്തികളും പറയുന്നുണ്ട്, ഞാൻ പോസിറ്റീവ് കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഇതുവരെ ലൈഫിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന്. ഒരുപാട് പേർക്ക് ഒരുപാട്
കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഉദാഹരണം തന്നെ ഞാൻ തന്നെയാണ്. എനിക്ക് ഇത്രയും ശക്തിയോടുകൂടി ഞാൻ നിങ്ങളടുത്ത് ഇത് പറയാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിൽ അത്രയും സക്സസ് ഞാൻ സ്വയം നേടിയെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇവിടെ നോക്കുക, നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങൾക്കും അതിൽ അത്രയും ശ്രദ്ധയോടുകൂടി ഇതിനെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അതിൽ കുറച്ച് കുട്ടികൾക്ക് മാത്രം ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇടുന്നില്ല, അതിനുവേണ്ടി സമയം എടുക്കുന്നില്ല. സമയമെടുത്ത് അതെനിക്ക് വേണം, അതെൻ്റെ ലക്ഷ്യമാണ് എന്ന് കൂടുതൽ എഫേർട്ട് ഇടുന്ന വ്യക്തികൾക്കായിരിക്കും ഫുൾ മാർക്ക് ലഭിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മറ്റൊരാളിൻ്റെ കുറവായിട്ട്, എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും ശരിയാകുന്നില്ല എന്ന് പറയുന്ന വ്യക്തികൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ കുറ്റം ചാരുന്നതിന് പകരം ഇതെന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ മാത്രം വരാത്തത്, എന്നിലെ കുറവ് എന്താണ്, അതെന്താണ് ഞാൻ നികത്തിയെടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വന്ന് നമ്മളിൽ തന്നെ ഒരു ഇൻഡ്യൂഷൻ പവർ യൂണിവേഴ്സ് തരും. നിന്നിൽ ഇന്ന കാര്യങ്ങൾ നീ മാറ്റാനുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും ബ്ലെസ്സിങ്ങും ഒക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഗൈഡൻസ്, നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാം. എല്ലാവരോടും സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ കുറ്റം പറയുമോ, കാണുന്ന വ്യക്തികളടുത്ത് മൊത്തം സംസാരിക്കുന്ന ഒരു പെണ്ണാണ് അല്ലെങ്കിൽ ഒരു ചെറുക്കനാണ് എന്നായിരിക്കും നിങ്ങളെ മറ്റുള്ളവർ കുറ്റം പറയുന്നത്. ആരെ കണ്ടിരുന്നാലും അവർ നമ്പർ വാങ്ങിച്ച് സംസാരിക്കാൻ നിൽക്കുന്നു എന്നുള്ളതായിരിക്കും. പക്ഷെ അതാണ് നിങ്ങളുടെ കുറവെങ്കിൽ, അതാണ് നിങ്ങളുടെ ടാലൻറ്റ്. മറ്റുള്ള വ്യക്തികൾ കൂടുതൽ നിങ്ങളുടെ കുറവ് ഏതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് എങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. അതിൽ നിങ്ങളുടെ ടാലൻറ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്, അതിൽ നിങ്ങളുടെ ഗ്രോത്തിനുള്ള കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ റോ മെറ്റീരിയൽ അവിടെയാണ് കാണുന്നത്. നിങ്ങൾ അവിടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചിതഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ വളർച്ചയുടെ റോ മെറ്റീരിയൽ മറ്റുള്ളവരെല്ലാം കുറ്റം പറയുന്നതിന് മധ്യത്തിരിപ്പുണ്ട്. ഒരു വജ്രം പോലെ ഇരുന്ന് തിളങ്ങുന്നതായി നിങ്ങൾക്ക് കാണാം. നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ടാലൻറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശരിയാണ്, മറ്റുള്ളവർ കല്ലെറിയുന്നുണ്ട്. അപ്പോൾ ആ കല്ലെറിയുമ്പോഴത്തേക്ക് ആ മരം സ്വയം ചിന്തിക്കണം, എന്നെ എന്തിനാണ് ഇങ്ങനെ കല്ലെറിയുന്നത്, ഈ പോകുന്നതും വരുന്നവരും മൊത്തം ഇട്ട് ചെണ്ട പോലെ ഇട്ട് കൊട്ടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കുമ്പോൾ നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ അനേക ഫലങ്ങളുണ്ട്, നമ്മളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഈ സ്വഭാവത്തിൽ നമ്മൾ ചെറിയ ഒരു മാറ്റം സംഭവിച്ചാൽ നമ്മൾ ഏർണിംഗ് ആക്കി മാറ്റാൻ പറ്റും, നമ്മുടെ ജീവിതത്തിലെ ഗ്രോത്ത് ആക്കി മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെൻഷനോട് കൂടി ഇരുന്നാൽ പറ്റില്ല. നിങ്ങളുടെ മനസ്സിനെ കുറച്ച് ധ്യാനത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക. കുറച്ച് നേരം കുറച്ച് നല്ല തണുത്ത വെള്ളം കുടിച്ചതിന് ശേഷം കുറച്ച് സമയം നിങ്ങൾ ധ്യാനിക്കാനിരിക്കുക. ഒരുപാട് തോട്ടുകൾ, ഒരുപാട് ചിന്തകൾ, നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉള്ള പല പല ക്രൈം കാര്യങ്ങളിലേക്കൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എഫക്റ്റ് ചെയ്യാത്തതായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറുക. കാരണം ഒരുപാട് നമ്മുടെ ചിന്തകളെ അത് സ്വാധീനിക്കും. നമ്മൾ കാണുന്ന ഈ യൂട്യൂബിൽ കൂടി കാണുന്നത് മുഴുവനും പിക്ചറാണ്. അത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കടന്നുകൂടും. ഓക്കെ, നമ്മൾ കാണുന്ന ചില ചീറ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ചില മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ, പറ്റിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വിഷ്വലാണ്. ആ വിഷ്വൽ നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഡിലീറ്റിംഗ് ഇല്ല. ഓക്കെ, നല്ല കാര്യങ്ങൾ മാത്രം കാണാൻ ശ്രമിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ചിന്തയാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് വിടുന്നത്. ആ വിടുന്ന കാര്യങ്ങളാണ് ഒരു സൈക്കിൾ പോലെ നമ്മളിൽ തന്നെ തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. മെഡിറ്റേഷൻ അത്യാവശ്യമാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, സമാധാനത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെടുക, നിങ്ങൾ ധ്യാനിക്കുക, യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും. മെഡിറ്റേഷനും യോഗയും പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചില വ്യക്തികൾക്ക് ഓറ പവർ ശക്തമായിരിക്കും. ഈ ഓറ പവർ ശക്തമായി ഇരുന്നാൽ പുറമേ നിന്നും ഒരു നെഗറ്റീവ് എനർജിയും നിങ്ങളെ ബാധിക്കുകയില്ല.
ചില വ്യക്തികൾ നിങ്ങളെ നെഗറ്റീവ് എനർജി കൊണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുവെങ്കിൽ അതൊന്നും നിങ്ങളെ ഏക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ചുറ്റും ഒരു ഓറ, ശക്തമായ ഒരു ഓറ വലയം ചെയ്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളെ വിട്ട് ദൂരോട്ട് മാറും. ഡെയിലി നിങ്ങളുടെ ആഹാരം പോലെ തന്നെ, ശരീരത്തിനുള്ള ആഹാരം പോലെ തന്നെ മനസ്സിനും നിങ്ങൾ ഇതുപോലെയുള്ള ആഹാരം കൊടുത്ത് അതിനെ ശക്തിപ്പെടുത്തുക. ഓക്കെ, അപ്പം ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എന്നെ കണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലും ഇതെല്ലാം പൂർണ്ണമായി തീർന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ഓരോ പ്രാവശ്യവും വീഴുന്ന പോസിറ്റീവ് എനർജികൾ ഓരോ തുള്ളിയാണ്. ആ തുള്ളി നിങ്ങളുടെ ഏത് പ്രശ്നമായിരുന്നാലും, എത്ര മല പോലെ ഇരിക്കുന്ന പ്രശ്നത്തിൻ്റെ മുകളിലും ഓരോ തുള്ളി വീണു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അത് പൊട്ടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നിരന്തരമായി നിങ്ങൾ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വിശ്വാസം അത് എന്നിൽ നിന്ന് തന്നെ കേൾക്കണമെന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ വീഡിയോസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ നെഗറ്റീവിനെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് ഒരു സണ്ണ് കടന്നു വരും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ചില കാര്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് ഉപയോഗമുള്ള കാര്യങ്ങളെ നമുക്ക് തേടിയെടുക്കാം. നമ്മുടെ റോ മെറ്റീരിയൽ എന്താണെന്ന് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുക. ചില വ്യക്തികൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്നതല്ല നമ്മുടെ റോ മെറ്റീരിയൽ. ഇപ്പം നമ്മുടെ ഫേസ്ബുക്ക് വഴിയാണെങ്കിലും യൂട്യൂബ് വഴിയാണെങ്കിലും നമ്മളിലേക്ക് വരുന്നതല്ല റോ മെറ്റീരിയൽ. നമ്മൾ അന്വേഷിച്ച് നമുക്ക് ആവശ്യമുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ റോ മെറ്റീരിയൽ. ഓക്കെ, നമ്മളിലേക്ക് എത്തുന്നത് അവരുടെ റോ മെറ്റീരിയലാണ്. നമ്മളെ അവർ സെയിൽ ചെയ്യുകയാണ്, നമ്മളെ അവർ ഉപയോഗിക്കുകയാണ്. ഓക്കെ, അപ്പം അതിനേക്കാളും നല്ലത് നമ്മളെ അവർ ഉപയോഗിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഓക്കെ, ഈ ഒരു ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അന്വേഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. മുട്ടുവിൻ തുറക്കപ്പെടും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.